കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ശബരിമല സ്വർണ്ണമോഷണ കേസ് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ തലത്തിലേക്ക് കടന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ അതിൽ തന്നെ 2017 ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുവാൻ പോകുന്നു. ഇവിടെ ഇവരിലേക്ക് ചോദ്യം ചെയ്യൽ പോകുമ്പോൾ അവിടെ അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിൽ കൊടിമരം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നതായി SITക്ക് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം ചെയ്യൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ പോകുന്നത്. എന്തായാലും ഈ കൊടിമരം പുനഃസ്ഥാപിക്കുന്നത് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ SIT നടത്തുവാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണമോഷണ കേസ് SIT അന്വേഷിക്കാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ അതിന്റെ ഒരു നേതൃത്വം വഹിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും കോടതിയാണ്. വളരെ കൃത്യമായി എല്ലാ സമയങ്ങളിലും കോടതി നിശ്ചിത സമയങ്ങളിൽ ഈ അന്വേഷണം എവിടം വരെ എത്തിയെന്ന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള വിവരങ്ങൾ കോടതിയെ അറിയിച്ച് കോടതിയുടെ അനുമതി വാങ്ങി ആ തരത്തിലാണ് SIT ഈ ശബരിമല സ്വർണ്ണമോഷണ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് യഥാർത്ഥ സത്യം പുറത്തോട്ട് വരികയും ചെയ്യുന്നത്. അങ്ങനെ പുറത്തു വന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴിതാ 2017 ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുവാൻ പോകുന്നത്. നമുക്കറിയാം, ആ ഒരു സമയത്ത് കോൺഗ്രസ് ഭരണസമിതി ആയിരുന്നു ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത്. ആ ഒരു ദേവസ്വം ബോർഡ് അധികാര കൈമാറ്റം വരുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ SIT നടത്തുവാൻ പോകുന്നത്. വിശദ വിവരങ്ങളുമായി ഇപ്പോൾ ഇതാ കമലേഷ് തെക്കേക്കാട് നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇതാ ശബരിമല സ്വർണ്ണമോഷണ കേസ് യഥാർത്ഥ തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ആരാണ് ഇതിന്റെ യഥാർത്ഥ പ്രതികൾ, അല്ലെങ്കിൽ ആരാണ് പോറ്റി അവിടെ കയറ്റിയത് എന്നതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന തരത്തിലുള്ള തെളിവുകൾ, വിവരങ്ങളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതാ കൊടിമരം പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തരത്തിലേക്ക് കൂടി അന്വേഷണം പോകുന്നു. ഇന്നിപ്പോൾ 2017 ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT. എന്തെല്ലാമാണ് ഇതിനോടൊപ്പം കൂട്ടിവയ്ക്കുവാൻ സാധിക്കുന്ന വിശദാംശങ്ങൾ? സിന്ധൂരി, ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വരുന്ന തെളിവുകൾ കോൺഗ്രസിനും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും എതിരായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, അതായത് ഈ 2017 ഭരണസമിതി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആവുകയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള അജയ് തറയിൽ ഭരണസമിതി അംഗവുമായിട്ടുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗവുമായിട്ടുള്ള ഭരണസമിതിയാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത് 2017. ആ കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്ന ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടെ അഴിമതിയും ക്രമക്കേടും ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വിജിലൻസ് അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം എല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ച വിഷയം ഉൾപ്പെടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ചേർത്തുകൊണ്ടാണ് ഈ അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിലവിലിപ്പോൾ അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെയെല്ലാം ചോദ്യം ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. അതോടൊപ്പം തന്നെ അന്ന് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ വാജി വാഹനം തന്ത്രിക്ക് ചട്ടവിരുദ്ധമായി കൈമാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. 2017 ഈ വാജി വാഹനം ഈ കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണനെയും അതുപോലെ തന്നെ അജയ് തറയിലിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ഇത് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. 2012 തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഇത്തരം വസ്തുക്കളെല്ലാം തന്നെ അത് ദേവസ്വം ബോർഡിൻ്റെ പൊതു സ്വത്താണ്, അത് ഒരാൾക്കും കൈമാറാൻ പാടില്ല. അത് നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ താന്ത്രിക വിധി പ്രകാരമോ അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നേരത്തെ തന്ത്രിമാർക്ക് ഇത് കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ നേരത്തെ എന്ത് നടന്നിട്ടുണ്ടോ ഇനി മുതൽ അത്തരത്തിൽ പാടില്ല എന്ന് വളരെ കൃത്യമായി ആ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നു. പക്ഷേ ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് 2017 വാജിവാഹനം കൈമാറിയിട്ടുള്ളത്. അക്കാര്യങ്ങളും ഈ വാജിവാഹനം കൈമാറിയതിന് ശേഷവും ഈ വാജിവാഹനം ഉപയോഗിച്ച് വലിയ രീതിയിൽ ഈ തന്ത്രി പണമുണ്ടാക്കിയിട്ടുണ്ട് എന്ന സൂചനകൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് നേരത്തെ ആന്ധ്രയിലെ ഒരു വ്യാപാരിയുടെ വീട്ടിലുൾപ്പെടെ ഈ വാജിവാഹനം എത്തിച്ചതായുള്ള സൂചനകളും ചില മൊഴികളുമൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ വാജിവാഹനം പലയിടങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പൈസ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് തന്ത്രി എന്ന നിലയിലേക്കുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്.
ഏതായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാവുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം കൊടിമരം മാറ്റി സ്ഥാപിച്ചതും ഈ വാജ്യവാഹനം ഉപയോഗിച്ച് പണമുണ്ടാക്കിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഏതായാലും നാളെ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട്, വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിപ്പോർട്ടിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഹൈക്കോടതിയിൽ സമർപ്പിക്കും. തുടർന്ന് അങ്ങോട്ട് എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നിലയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ഹൈക്കോടതിക്ക് മുന്നിൽ പ്രത്യേക അന്വേഷണ സംഘം വെക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇവിടെ നിന്നും, അതായത് ശബരിമലയിൽ നിന്നും മോഷണം പോയിട്ടുള്ള സ്വർണം ശാസ്ത്രീയമായി പരിശോധിച്ചതിൻ്റെ ഫലം ഉൾപ്പെടെയാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. VSSCയിൽ നിന്നുള്ള ഈ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ റിപ്പോർട്ട് കൂടിയാണ് നാളെ നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം ഈ ഹൈക്കോടതി എന്തു പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ മറ്റ് രീതിയിലുള്ള അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണത്തിൻ്റെ പുരോഗതിയും വഴിയും തീരുമാനിക്കപ്പെടുക. സിന്ധൂരി. ശരി, വ്യക്തമാണ് കമലേഷ്. വളരെ വിശദമായി തന്നെ ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ നാളത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുവാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളാണ് കമലേഷ് നമ്മളോട് പങ്കുവച്ചത്. കമലേഷ് പറഞ്ഞതുപോലെ തന്നെ നാളെ ഈ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു അന്വേഷണത്തിന് അടുത്തൊരു തലം ആരംഭിക്കുക. കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.